കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാഹ് തർജുമാനുൽ ഖുർആൻ വീഡിയോ നമ്പർ 499. സൂറത്ത് യൂനുസ് ആയത്തുകൾ 71 മുതൽ 89 വരെ. പേജ് നമ്പർ 761. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്ലു അലൈഹിം നബഅ നൂഹിൻ ഇദ് ഖാല ലിഖൗമിഹി യാ ഖൗമി ഇൻ كان كبر عليكم مقامي وتذكيري بآيات الله فعلى الله توكلت فأجمعوا أمركم وشركاءكم ثم لا يكن أمركم عليكم غمة ثم قضوا إلي ولا تنظرون فإن توليتم فما سألتكم من أجر إن أجري إلا على الله وأمرت أن أكون من المسلمين فكذبوه فنجيناه ومن معه في الفلك وجعلناهم خلائف وأغرقنا الذين كذبوا بآياتنا فانظر كيف كان عاقبة المنذرين ثم بعثنا من بعده رسلا إلى قومهم فجاءوهم بالبينات فما كانوا ليؤمنوا بما كذبوا به من قبل كذلك نطبع على قلوب المعتدين ثم بعثنا من بعدهم موسى وهارون إلى فرعون وملئه بآياتنا فاستكبروا وكانوا قوما مجرمين فلما جاءهم الحق من عندنا قالوا إن هذا لسحر مبين قال موسى أتقولون للحق لما جاءكم أسحر هذا ولا يفلح الساحرون قالوا أجئتنا لتلفتنا عما وجدنا عليه آباءنا وتكون لكما الكبرياء في الأرض وما نحن لكما بمؤمنين فقال فرعون ائتوني بكل ساحر عليم فلما جاء السحرة قال لهم موسى ألقوا ما أنتم ملقون فلما ألقوا قال موسى ما جئتم به السحر إن الله سيبطله إن الله لا يصلح عمل المفسدين ويحق الله الحق بكلماته ولو كره المجرمون فما آمن لموسى إلا ذرية من قومه على خوف من فرعون وملئهم أن يفتنهم
وإن فرعون لعال في الأرض وإنه لمن المسرفين. وقال موسى يا قوم إن كنتم آمنتم بالله فعليه توكلوا إن كنتم مسلمين. فقالوا على الله توكلنا ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين. وأوحينا إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا واجعلوا بيوتكم قبلة وأقيموا الصلاة وبشر المؤمنين. فقال موسى ربنا إنك آتيت فرعون وملأه زينة وأموالا في الحياة الدنيا ربنا ليضلوا عن سبيلك ربنا اطمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم. قال قد أجيبت دعوتكما فاستقيما ولا تتبعان سبيل الذين لا يعلمون سبيل الذين لا يعلمون. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 500 സൂറത്ത് യൂനുസ് ആയത്ത് 71 പേജ് 761. വത്ലു അലൈഹിം നബഅ നൂഹിൻ നൂഹിന്റെ വൃത്താന്തം അവർക്ക് നീ ഓതിക്കേൾപ്പിക്കുക. ഇദ് ഖാല ലിഖൗമിഹി അദ്ദേഹം തൻ്റെ ജനങ്ങളോട് പറഞ്ഞ സന്ദർഭം യാ ഖൗമി ഇൻ കാന കബറ അലൈക്കും മഖാമി എൻ്റെ ജനങ്ങളെ എൻ്റെ നിലപാട് നിങ്ങൾക്ക് വലിയ പ്രയാസമായി തീർന്നിട്ടുണ്ടെങ്കിൽ പേജ് 762. വത്തദ്കീരി ബി ആയാത്തില്ലാഹി അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മുഖേന നിങ്ങൾക്ക് ഞാൻ ഉത്ബോധനം നൽകുന്നതും നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന നൂഹ് അലൈഹിസ്സലാമിൻ്റെ പ്രബോധനവും അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടും അവർക്കൊരു പ്രയാസമായി തീർന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊന്നും വരാനില്ല. നിങ്ങൾ എന്തു ചെയ്താലും ഒരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അള്ളാഹുവാണ് ഈ ചുമതല ഏൽപ്പിച്ചത്, എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ്. പേജ് 762. ഫഅലല്ലാഹി തവക്കൽതു എന്നാൽ ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഫഅജ്മിഉ അംറക്കും വശുറകാഅക്കും അതിനാൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളോട് നിങ്ങളുടെ കാര്യം യോജിച്ച് തീരുമാനമെടുക്കുക. ثم لا يكن أمركم عليكم غمة പിന്നെ നിങ്ങളുടെ കാര്യം നിങ്ങൾക്കൊരു അവ്യക്തതയായിരിക്കരുത്. ثم قضوا إلي പിന്നെ എൻ്റെ നേരെ നിങ്ങൾ തീരുമാനം നടപ്പാക്കിക്കൊള്ളുക. ولا تنظرون എനിക്ക് നിങ്ങൾ അവധി അനുവദിക്കേണ്ട. നൂഹ് നബി അലൈഹിസ്സലാം വളരെയധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പരിഹാസങ്ങളും സഹിച്ച് ഉറച്ചു നിന്ന് 950 കൊല്ലം തുടർച്ചയായി പ്രബോധനം ചെയ്തു. ജനം യാതൊരു വിലയും കൽപ്പിച്ചില്ല. വളരെ മോശമായ പ്രതികരണമാണ് ഉണ്ടായത്. അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ അവർ വളരെ നിസ്സാരമാക്കി തള്ളിക്കളഞ്ഞു. അവരുടെ ഇലാഹുകളായ നേർച്ചക്കാരുടെയും ഇടയാളന്മാരുടെയും ഉപദ്രവം നൂഹ് നബി അലൈഹിസ്സലാമക്ക് ബാധിക്കുമെന്ന് അവർ താക്കീത് ചെയ്തു. അപ്പോഴാണ് നൂഹ് അലൈഹിസ്സലാം അവരോട് മേൽപ്രകാരം പറഞ്ഞത്, നിങ്ങളുടെ ഈ നിഷേധ നിലപാട് കൊണ്ട് എനിക്കൊന്നും വരാനില്ല. ഞാൻ എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചിരിക്കുന്നു. എൻ്റെ മേൽ വല്ല നടപടിയും എടുക്കാനാണ് നിങ്ങളും നിങ്ങളുടെ പങ്കാളികളെന്ന് പറയുന്ന
ആരാധ്യരും ആലോചിക്കുന്നതെങ്കിൽ അത് തീരുമാനിച്ച് നടപ്പിലാക്കിക്കൊള്ളുക. ഒരവ്യക്തതയോ സംശയമോ അതിൽ വേണ്ട. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. എനിക്ക് പ്രതിഫലം തരുന്നവൻ അല്ലാഹു ആകുന്നു. നിങ്ങൾക്ക് അർഹതപ്പെട്ടതും അവൻ നൽകും. ഒരു സംശയവും വേണ്ട. ആയത്ത് 72. ഫഇൻ തവല്ലൈതും ഫമാ സഅൽതുകും മിൻ അജ്ർ. എന്നാൽ നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം നിങ്ങളോട് യാതൊരു പ്രതിഫലവും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്. എനിക്കുള്ള പ്രതിഫലം അല്ലാഹുവിൻ്റെ ബാധ്യതയിൽ മാത്രമാകുന്നു. വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ. ആത്മാർപ്പണം ചെയ്തവരിൽ പെട്ടവനായിരിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതായത് മുസ്ലിങ്ങളിൽ പെട്ടവനായിരിക്കാൻ. എൻ്റെ എല്ലാം അല്ലാഹുവിന് അർപ്പിക്കുവാൻ എന്നോട് കൽപ്പിക്കുകയും ഞാൻ അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുമൂലം എന്ത് വന്നാലും സഹിക്കാൻ തയ്യാറുള്ളവനാണ് ഞാൻ. പേജ് 763, ആയത്ത് 73. ഫകദ്ദബൂഹു ഫനജൈനാഹു വമൻ മഅഹു ഫിൽ ഫുൽകി. എന്നിട്ട് അദ്ദേഹത്തെ അവർ കളവാക്കി. അപ്പോൾ അദ്ദേഹത്തെയും കൂടെയുള്ളവരെയും നാം കപ്പലിൽ രക്ഷപ്പെടുത്തി. വജഅൽനാഹും ഖലായിഫ. അവരെ നാം പിൻഗാമികളാക്കുകയും ചെയ്തു. മുമ്പ് ഇതുപോലെ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ലഭിച്ച സജ്ജനങ്ങളുടെ പിൻതലമുറകളാക്കി. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളഞ്ഞവരെ നാം മുക്കിക്കൊല്ലുകയും ചെയ്തു. അതിനാൽ താക്കീത് നൽകപ്പെട്ടവരുടെ പര്യവസാനം എങ്ങനെയായെന്ന് നോക്കൂ. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ഭാര്യയും മകനും ശിക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ടു എന്നുള്ളതും ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ചിന്തിക്കുന്നവർക്ക് വലിയ പാഠമാണത്. സ്വന്തം ഭാര്യയെയും മകനെയും കൂടി സന്മാർഗത്തിലാക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഔലിയാക്കൾക്ക് മനുഷ്യരെ നേർവഴിയിലാക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ കാര്യം മഹാകഷ്ടം തന്നെ. അത്തരക്കാർക്ക് അള്ളാഹു ബോധം നൽകട്ടെ. ഈ ഒരു വിശ്വാസം അവർ ഒഴിവാക്കിയാൽ മതി. അതിഭയങ്കരമായ പിഴവിൽ നിന്ന് രക്ഷപ്പെടാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉമർ മൗലവിയുടെ റഹ്മഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 501, സൂറത്ത് യൂനുസ് ആയത്ത് 74, പേജ് 763. ثم بعثنا من بعده رسلا إلى قومهم. പിന്നീട് അദ്ദേഹത്തിന് ശേഷം ദൂതന്മാരെ അവരവരുടെ ജനതകളിലേക്ക് നാം അയച്ചു. ഫജാഊഹും ബിൽ ബയ്യിനാതി. അങ്ങനെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി അവർ ആ ജനതകളുടെ അടുക്കൽ വന്നു. ഫമാ കാനൂ ലിയുമിനു ബിമാ കദ്ദബു ബിഹി മിൻ ഖബൽ. എന്നാൽ മുമ്പ് അവർ കളവാക്കിയ വിഷയങ്ങളിൽ അവർ വിശ്വസിക്കാൻ ഒരുക്കമില്ലായിരുന്നു. ഒരിക്കൽ കളവാക്കിയത് കൊണ്ട് മാറി ചിന്തിക്കാൻ പിന്നീട് അവർ തയ്യാറായില്ല. കദാലിക നത്ബഉ അലാ ഖുലൂബിൽ മുഅ്തദീൻ. അതിക്രമികളുടെ ഹൃദയങ്ങളിൽ അപ്രകാരം നാം മുദ്ര വയ്ക്കുന്നതാകുന്നു. പ്രവാചകന്മാർ വന്ന് ദൃഷ്ടാന്തങ്ങൾ തെളിയിച്ചു കൊടുത്ത് ഉപദേശിച്ചപ്പോൾ അത് കേൾക്കാൻ പോലും തയ്യാറാകാതെ ധിക്കരിച്ച് തള്ളിക്കളയുകയാണ് അവർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ വേണ്ട, നാം നിർബന്ധിക്കുന്നില്ല എന്ന നിലക്ക് അള്ളാഹു അവരെ കൈവിട്ട് കളഞ്ഞു. ഇങ്ങനെയാണ് അവരുടെ ഹൃദയങ്ങളിൽ മുദ്ര വെച്ചത്. ആയത്ത് 75. ثم بعثنا من بعدهم موسى وهارون. പിന്നെ അവർക്ക് ശേഷം മൂസ, ഹാറൂൻ എന്നിവരെ നാം നിയോഗിച്ചു. പേജ് 764. ഇലാ ഫിർഔന വമലഇഹി ബിആയാതിന. നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി ഫിർഔന്റെയും അവൻ്റെ പ്രമാണിമാരുടെയും നേരെ ഫസ്തക്ബറൂ വകാനൂ ഖൗമൻ മുജ്രിമീൻ. അപ്പോൾ അവർ അഹങ്കരിച്ചു. അവർ കുറ്റവാളികളായ ആളുകളായിരുന്നു. മഹാപാപമായിട്ടുള്ള അഹങ്കാരം എന്തെന്ന് ഇവിടെ മനസ്സിലാക്കാം. സത്യത്തെ നിഷേധിക്കലും ആളുകളെ താഴ്ത്തിക്കെട്ടലുമാണ് അഹങ്കാരമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മുസ്ലിം 275. ഇവിടെ അത് രണ്ടുമുണ്ട്. പ്രവാചകന്മാർ ഉപദേശിച്ച സത്യം അവർ തള്ളി, ഉപദേശിച്ചവരെ തരം താഴ്ത്തുകയും ചെയ്തു. നരകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് അവരെ സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് തിരിച്ചു വിളിച്ചപ്പോൾ ധിക്കരിക്കുകയും അവരുടെ ഏറ്റവും വലിയ ഗുണകാംക്ഷികളായ ഈ ഉപദേഷ്ടാക്കളെ
നിന്ദിക്കുകയും ചെയ്തതാണ് അവർ ചെയ്ത അപരാധം. ആയത്ത് 76. ഫലമ്മ ജാഅഹുമുൽ ഹഖ്ഖു മിൻ ഇൻദിനാ ഖാലൂ ഇന്ന ഹാദാ ലസിഹ്റും മുബീൻ. അങ്ങനെ നമ്മുടെ പക്കൽ നിന്നുള്ള സത്യം അവർക്ക് വന്നെത്തിയപ്പോൾ അവർ പറഞ്ഞു, ഇത് തെളിഞ്ഞ ആഭിചാരം തന്നെ. മൂസാ നബി അലൈഹിസ്സലാമക്ക് ലഭിച്ച ദൃഷ്ടാന്തങ്ങളായ വടിപാമ്പായി മാറുക, കൈ വെളുത്ത് പ്രകാശിക്കുക എന്നിവയെ പറ്റിയാണ് അവർ ഇങ്ങനെ പറഞ്ഞത്. ആയത്ത് 77. ഖാല മൂസ അതഖൂലൂന ലിൽ ഹഖ് ലമ്മാ ജാഅകും അസിഹ്റുൻ ഹാദാ. മൂസ പറഞ്ഞു, യാഥാർത്ഥ്യം നിങ്ങൾക്ക് വന്നെത്തിയപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ആഭിചാരമാണിത് എന്ന് പറയുകയാണോ? വലാ യുഫ്ലിഹുസ് സാഹിറൂൻ. ആഭിചാരകന്മാർ വിജയിക്കുകയില്ല. സത്യവിരുദ്ധമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വഴിപിഴപ്പിക്കുകയാണല്ലോ ആഭിചാരകന്റെ ഉദ്ദേശ്യം. ആ ഉദ്ദേശ്യം നിറവേറുകയില്ല. നിറവേറുമെന്നത് തോന്നൽ മാത്രമാകുന്നു. സ്ഥിരമായ ഒരു നേട്ടം ജാലവിദ്യ കൊണ്ടുണ്ടാക്കാൻ സാധ്യമല്ല. ഒരു വിശ്വാസം സ്ഥാപിക്കാനും കഴിയുകയില്ല. ആയത്ത് 78. ഖാലു അജിഅ്തനാ ലിതൽഫിതനാ അമ്മാ വജദ്നാ അലൈഹി ആബാഅനാ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കളെ അവർ ഏതൊരു മാർഗത്തിൽ ജീവിച്ചതായി ഞങ്ങൾ കണ്ടുവോ അതിൽ നിന്ന് ഞങ്ങളെ തിരിച്ചു കളയുവാനാണോ നീ വന്നിരിക്കുന്നത്? വതകൂന ലകുമൽ കിബ്രിയാഉ ഫിൽ അർദി. ഭൂമിയിലെ സ്ഥാനമഹിമ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം ആകുവാനുമാണോ? വമാ നഹ്നു ലകുമാ ബിമുഅ്മിനീൻ. നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾ വിശ്വസിക്കുന്നവരല്ല. ആയത്ത് 79. വഖാല ഫിർഔൻ തൂനി ബികുല്ലി സാഹിറിൻ അലീം. ഫിർഔൻ പറഞ്ഞു, നല്ല വിവരമുള്ള എല്ലാ ജാലവിദ്യക്കാരെയും എൻ്റെ മുമ്പിൽ ഹാജരാക്കുക. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 502. സൂറത്തു യൂനുസ് ആയത്ത് 80, പേജ് 765. ഫലമ്മ ജാഅ അസ്സഹറതു ഖാല ലഹും മൂസ അൽഖൂ മാ അൻതും മുൽഖൂൻ. അങ്ങനെ ജാലവിദ്യക്കാർ വന്നപ്പോൾ മൂസ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇടുവാൻ ഉദ്ദേശിക്കുന്നതൊക്കെ ഇട്ടേക്കൂ. ആയത്ത് 81. ഫലമ്മ അൽഖൗ ഖാല മൂസ മാ ജിഅ്തും ബിഹി സിഹ്റു. അങ്ങനെ അവർ ഇട്ടപ്പോൾ മൂസ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതൊക്കെയും ജാലവിദ്യയാകുന്നു. ഇന്നല്ലാഹ സയുബ്തിലു. നിശ്ചയമായും അള്ളാഹു അത് നിഷ്ഫലമാക്കും. ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ. നിശ്ചയമായും കുഴപ്പമുണ്ടാക്കുന്നവരുടെ പ്രവർത്തനം അള്ളാഹു ഫലപ്രദമാക്കുകയില്ല. ജാലവിദ്യക്കാരിട്ട സാധനങ്ങൾ കാണുന്നവർക്ക് പാമ്പുകളായി തോന്നി. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമയുടെ വടി യഥാർത്ഥ പാമ്പായി മാറി. മറ്റുള്ളവരെല്ലാം വിഴുങ്ങിക്കളഞ്ഞു. ഇത് ജാലവിദ്യ അല്ല, മനുഷ്യ കഴിവിന് അപ്പുറമുള്ളതാണിത്. ജാലവിദ്യക്കാർക്ക് സത്യം ബോധ്യപ്പെട്ട് വിശ്വാസികളായി തീർന്നു. ആയത്ത് 82. വയുഹിഖുല്ലാഹുൽ ഹഖ്ഖ ബികലിമാതിഹി. അള്ളാഹു അവൻ്റെ വചനങ്ങളെ കൊണ്ട് സത്യത്തിന് സ്ഥിരപ്രതിഷ്ഠ നൽകും. വലൗ കരിഹൽ മുജ്രിമൂൻ. കുറ്റവാളികൾ വെറുത്താലും ശരി. ആയത്ത് 83. ഫമാ ആമന ലിമൂസ ഇല്ലാ ദുർരിയ്യത്തും മിൻ ഖൗമി. എന്നാൽ മൂസായെ തൻ്റെ ജനതയിൽ നിന്ന് ചില സന്തതികളല്ലാതെ വിശ്വസിച്ചില്ല. അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലൈഹിം അൻ യഫ്തിനഹും. ഫിർഔനിനെ പറ്റിയും അവരിലെ പ്രധാനികളായവരെ പറ്റിയുമുള്ള ഭയത്തോടുകൂടി ഫിർഔൻ അവരെ പീഡിപ്പിക്കുമെന്ന്. ഫിർഔന്റെ മർദ്ദനവും പീഡനവും അവർ ഭയപ്പെട്ടു. കുറച്ച് ചെറുപ്പക്കാർ വിശ്വസിച്ചു എന്നല്ലാതെ സമൂഹത്തിൽ നല്ല പ്രതികരണമുണ്ടായില്ല. വഇന്ന ഫിർഔന ലആലിൻ ഫിൽ അർദി. നിശ്ചയമായും ഫിർഔൻ ഭൂമിയിൽ ഔന്നത്യം നടിക്കുന്നവൻ തന്നെ. വഇന്നഹു ലമിനൽ മുസ്രിഫീൻ. നിശ്ചയമായും അവൻ അതിരി കവിഞ്ഞവരിൽപ്പെട്ടവനുമാകുന്നു. ആയത്ത് 84. വഖാല മൂസ യാ ഖൗമി ഇൻ കുൻതും ആമൻതും ബില്ലാഹി. മൂസ പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണെന്നുണ്ടെങ്കിൽ ഫഅലൈഹി തവക്കലു. അവനിലാണ് നിങ്ങൾ ഫലമേൽപ്പിക്കേണ്ടത്. പേജ് 766. ഇൻ കുൻതും മുസ്ലിമീൻ. നിങ്ങൾ അള്ളാഹുവിന് ആത്മാർപ്പണം ചെയ്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും തിരക്കേടില്ല.
അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്നേഹവുമാണ് ഞങ്ങൾക്ക് ആവശ്യം, അതിനുവേണ്ടി ഞങ്ങൾ എല്ലാം ബലിയർപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ പിന്നെ ഫിർഔൻ്റെയും അവൻ്റെ പട്ടാളക്കാരുടെയും പീഡനം ഭയന്ന് ഒരിക്കലും പിൻവാങ്ങാൻ പാടില്ല. അള്ളാഹു വേണ്ടതുപോലെ ചെയ്തുകൊള്ളും. എന്തായാലും അത് നേരിടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് വിശ്വസിച്ച് ധൈര്യമായി മുന്നേറുക, ഒരിക്കലും കാലിടറിപ്പോകരുത് എന്ന് മൂസ അലൈഹിസ്സലാം പറഞ്ഞു. ആയത്ത് 85. ഫഖാലു അലല്ലാഹി തവക്കൽന. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്തു കൊള്ളട്ടെ, എന്തും സഹിക്കാൻ ഞങ്ങൾ തയ്യാർ. റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ അക്രമികളായ ആളുകൾക്കൊരു പരീക്ഷണമാക്കരുതേ. ഞങ്ങളുടെ ദയനീയമായ ദുരവസ്ഥ മൂലം ഞങ്ങളോട് കൂടുതൽ അക്രമം ചെയ്യുവാൻ അവർക്ക് തോന്നത്തക്ക നിലയിൽ ഞങ്ങളെ ആക്കരുത്. അവരുടെ അക്രമത്തിൻ്റെ കാഠിന്യ നിമിത്തം ഞങ്ങൾ നേർവഴിയിൽ നിന്ന് തെറ്റിപ്പോകാൻ ഇടയാക്കരുത്. ഞങ്ങളുടെ ദുരവസ്ഥ കണ്ടിട്ട് സത്യത്തിൻ്റെ ആൾക്കാരായ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാകുമോ എന്ന് ശത്രുക്കൾ ധരിക്കാൻ ഇടവരുത്തരുത്. വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണിത്. ഇക്കാലത്തെ മുസ്ലിങ്ങളുടെ ദുരവസ്ഥയിൽ ഈ പ്രാർത്ഥനയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. അതായത് ഏത് പ്രാർത്ഥന? റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ അക്രമികളായ ആളുകൾക്കൊരു പരീക്ഷണമാക്കരുതേ. തുടർന്ന് വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. നിന്റെ കാരുണ്യത്താൽ നിഷേധികളായ ആളുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. അത് 86-ാമത്തെ ആയത്ത്. അവരുടെ ദ്രോഹം തടുക്കുവാൻ ഞങ്ങൾക്ക് കഴിവില്ല, നീ എല്ലാ കഴിവും തികഞ്ഞവനാണല്ലോ, അവരെ ഞങ്ങളിൽ നിന്ന് തടുക്കേണമേ. ആയത്ത് 87. വഔഹൈനാ ഇലാ മൂസ വഅഖീഹി. മൂസാക്കും സഹോദരനും നാം ദിവ്യബോധനം നൽകി. മിസ്രിൽ ചില വീടുകൾ നിങ്ങളുടെ ആളുകൾക്ക് താമസത്തിനായി ഏർപ്പെടുത്തുക എന്ന്. വജഅലു ബുയൂതകും ഖിബ്ല. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖിബ്ലയാക്കുകയും ചെയ്യുക. വഅഖീമുസ്സലാഹ്. നമസ്കാരം നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുക. വബശ്ശിറിൽ മുഅ്മിനീൻ. വിശ്വാസികളെ നീ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക. ഇസ്രായേല്യർ ഫിർഔന്റെയും കൂട്ടരുടെയും ഇടയിൽ കഴിഞ്ഞുകൂടുമ്പോൾ കൂടുതൽ പീഡനങ്ങൾക്ക് വിധേയരാകുവാൻ ഇടയുണ്ട്. അപ്പോൾ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടത്ര സ്വാതന്ത്ര്യമുണ്ടാവുകയില്ല. അതുകൊണ്ട് താമസിക്കാൻ പ്രത്യേക സ്ഥലം ഏർപ്പെടുത്തുവാനും നമസ്കാരം വീടുകളിൽ വെച്ച് തന്നെ അനുഷ്ഠിക്കുവാനും കൽപ്പിച്ചു. വീടുകൾ ഖിബ്ലയാക്കുക എന്നതിന് 3 വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. 1. വീടുകളെ ആരാധനാ സ്ഥലങ്ങളാക്കുക. 2. വീടുകളെ ഖുദ്സിൻ്റെ നേരെയാക്കി നിർമ്മിക്കുക. 3. എല്ലാ വീടുകളും ഒരേ കേന്ദ്രത്തിലേക്ക് അഭിമുഖമാക്കി സ്ഥാപിക്കുക. 3 അഭിപ്രായങ്ങളും ഫലത്തിൽ വലിയ വ്യത്യാസമില്ലെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. പേജ് 767. ആയത്ത് 88. വഖാല മൂസ പറഞ്ഞു, റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഹു. ഞങ്ങളുടെ റബ്ബേ, നിശ്ചയമായും ഫിർഔനും അവൻ്റെ പ്രമാണികൾക്കും നീ കൊടുത്തിട്ടുണ്ടല്ലോ. സീനത്തം അംവാലം ഫിൽ ഹയാത്തി ദുനിയ. ഇഹലോക ജീവിതത്തിൽ ആഡംബരവും സമ്പത്തുക്കളും. റബ്ബനാ ലിയുദ്ദില്ലു അൻ സബീലിക്. ഞങ്ങളുടെ റബ്ബേ, നിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുവാൻ അതവർ ഉപയോഗിക്കുന്നു. ഫിർഔനും കൂട്ടർക്കും അള്ളാഹു നൽകിയ സുഖാഡംബരങ്ങൾ അനുപമമായിരുന്നു. ഫറോവ രാജാക്കന്മാരുടെ ആഡംബര വസ്തുക്കൾ പലതും ഇന്നും കാഴ്ച വസ്തുക്കളായി പുരാവസ്തു നിരീക്ഷകർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഫറോവമാരുടെ ശവക്കല്ലറകളായ പിരമിഡുകൾ ലോകത്തിലെ സപ്താത്ഭുതങ്ങളിലൊന്നായി എണ്ണപ്പെടുന്നു. അവർക്ക് ലഭിച്ച ഈ കഴിവുകളെല്ലാം സന്മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയാനും പൊങ്ങച്ചം പ്രകടിപ്പിക്കാനും മറ്റുമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നതെന്ന് ആണ് ഖുർആൻ പറയുന്നത്. റബ്ബന തുമിസ് അല അംവാലിഹിം. ഞങ്ങളുടെ റബ്ബേ, അവരുടെ സമ്പത്തുകൾ നീ തുടച്ചു നീക്കണേ. വഷ്ദുദ് അല ഖുലൂബിഹിം. അവരുടെ ഹൃദയങ്ങൾക്ക് നീ കാഠിന്യം നൽകുകയും ചെയ്യണമേ. ഫലാ യുഅ്മിനു ഹത്താ യറൗൽ അദാബൽ അലീം. അങ്ങനെ അവർ വിശ്വസിക്കാതിരിക്കട്ടെ, വേദനാജനകമായ ശിക്ഷ അവർ കാണുന്നതുവരെ. മൂസാ നബി അലൈഹിസ്സലാം അവരെ വളരെയെല്ലാം ഉപദേശിച്ചു നോക്കി, വാദപ്രതിവാദം നടത്തി, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. ഫിർഔനും കൂട്ടരും ജാലവിദ്യയാണെന്ന് പറഞ്ഞുവെങ്കിലും നല്ല അറിവുള്ള ജാലവിദ്യക്കാരെല്ലാം അത് ജാലവിദ്യ അല്ലെന്ന് പറഞ്ഞു. ഫിർഔനെയും കൂട്ടരെയും പല നിലയിലും അള്ളാഹു ശിക്ഷ വരുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് അവർ സങ്കടം പറയുകയും ഈ ശിക്ഷ ഒഴിവായി കിട്ടിയാൽ
വിശ്വസിച്ചു കൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുകയും അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയും ഓരോ പ്രാവശ്യവും അവർ വാക്കുമാറുകയും ചെയ്തുകൊണ്ടിരുന്നു. സൂറത്തുൽ അറാഫിൽ ഇതെല്ലാം വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്തായിട്ടും ഈ ദുഷ്ടന്മാരുടെ ദ്രോഹം വർദ്ധിക്കുകയും അവർ കൂടുതൽ ദുഷിക്കുകയും ചെയ്തതേ ഉള്ളൂ. ഒടുവിൽ അവർക്കെതിരിൽ മൂസാ അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്. അവരുടെ സമ്പത്തുകൾ പാടെ നശിക്കുവാനും മനസ്സുകൾ കഠിനമാകാനും വേണ്ടി ശിക്ഷ നേരിൽ കാണുമ്പോഴേ അവർ വിശ്വസിക്കൂ. അവസാനം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൂസാ അലൈഹി സ്വലാം സ്വന്തം ജനതയോടൊപ്പം ഈജിപ്തിൽ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോഴാണ് ഈ പ്രാർത്ഥന. പേജ് 768 ആയത്ത് 89. ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരുടെയും പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ഫസ്തഖീമാ, അതിനാൽ നിങ്ങൾ ഇരുവരും നേരെ ചൊവ്വേ നിലകൊള്ളുവിൻ. വലാ തത്തബിഅനി സബീലല്ലദീന ലാ യഅലമൂൻ. അറിവില്ലാത്തവരുടെ മാർഗം നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും പിൻപറ്റരുത്. മൂസാ നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ക്ഷാമം, വെള്ളപ്പൊക്കം, വെട്ടുകിളി, പേൻ, തവള, രക്തം, ഇങ്ങനെ പല ശിക്ഷകളും പരീക്ഷണങ്ങളും ഉണ്ടായി. ഒടുവിൽ ഞാനാണ് ദൈവം എന്ന് അഹങ്കരിച്ച മഹാധികാരി ഫിർഔന്റെയും കൂട്ടരുടെയും സർവനാശം.